നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയെ, ഈ കണ്ണൂർ കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും മറ്റാൾക്കത് പരിക്കുപറ്റിയ സംഭവം. അതിലൊരു മുസ്ലിം നാമധാരിയാണ് എന്നാണ് പത്രദ്വാര മനസ്സിലാകുന്നത്. ഞാൻ ആ മുസ്ലിം നാമധാരികളോട് അല്ലെങ്കിൽ അതുപോലെ മുസ്ലിം നാമധാരികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരുടെ ചട്ടുകമാണ്, ആരിൽ നിന്ന് പണം വാങ്ങിയാണ് നാട്ടിൽ അരാജകത്വം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളും ഞാനും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു രാഷ്ട്രത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആയുധം എടുത്താൽ ഒരിക്കലും വിജയിക്കില്ല. അത് ശരി, അത് മനഃശാസ്ത്രം വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല, വിജയിക്കാൻ ഒരു സാധ്യതയില്ല. അത് സാജസ്കരെ പറയുമ്പോൾ മുസ്ലിം ആകും ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ മണ്ടത്തരല്ല. അതുപോലെ അതിൻ്റെ മറ്റൊരു വശമാണ്, ഒരു രാജ്യവും ഒരു ന്യൂനപക്ഷ രാജ്യവും ഭൂരിപക്ഷമായിട്ടില്ല, അതാകാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് ഒരു ഗ്രൂപ്പ് 50 വരുമ്പോൾ മറ്റു ഗ്രൂപ്പ് 100 വളരും, ഇത് 100 മറ്റഞ്ഞു. അപ്പം അങ്ങനെ വളർന്നു പോകുന്നുണ്ട്. ഒരിക്കലും ഒരു ഭൂരിപക്ഷ സമൂഹം അല്ലെങ്കിൽ സമുദായമുള്ള രാജ്യത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾ എണ്ണം കൊണ്ട് കൂടി ഭൂരിപക്ഷം ആവില്ല, ഭരണം കിട്ടില്ല. പിന്നെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് മന്ത്രിയാകാം, MLA ആകാം. അത് ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യമുണ്ട്, ഇന്ത്യയിലും ആകാം. അത് ഭൂരിപക്ഷ സപ്പോർട്ട് കൂടിയാണ്. അല്ല, ഭൂരിപക്ഷ സപ്പോർട്ടില്ലാതെ എതിർത്തുകൊണ്ട് ന്യൂനപക്ഷം എത്ര വികസിച്ചാലും വളർന്നാലും ഭൂരിപക്ഷമായി രാജ്യം ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട. അതുപോലെ ന്യൂനപക്ഷങ്ങൾ ആയുധം എടുത്താൽ ആ ന്യൂനപക്ഷ വിജയിക്കാനുള്ള ഒരു സാധ്യമില്ലെന്നാണ് ആധുനിക മനഃശാസ്ത്രവും ആധുനിക ഫിലോസഫിസ്റ്റുകളും പറയുന്നത്. ആ നിലക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായമേ സമൂഹത്തിലെ മുസ്ലിം നാമധാരികളെയും നിങ്ങൾക്ക് എന്ത് ആഗ്രഹം നേടാൻ വേണ്ടി, എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ മറ്റുള്ള ചട്ടുമാകുന്നത്? കഴിഞ്ഞ കുറേ വർഷത്തെ ചരിത്രം എടുത്താൽ ഇന്ത്യയിലുണ്ടായ സകല ബോംബ് സ്ഫോടനങ്ങളുടെയും പുറകിൽ മുസ്ലിം നാമധാരികൾ, പലതിൻ്റെയും പുറകിൽ മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിലും ആ നാമധാരികൾ സൃഷ്ടിച്ചിരിക്കുന്നതും അവർക്ക് പണം മുടക്കിയതും ഇവിടുത്തെ ഫാസിസ്റ്റുകളാണ്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, വലിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ അവർ മുസ്ലിമാണെങ്കിൽ, ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ, എങ്ങനെയാണോ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാപമാണെന്ന് പറയുന്ന ഓരോ തത്വസംഹിത ആശയമുള്ള പാർട്ടി, സമുദായം, ജാതി ഇങ്ങനെ മറ്റൊരാൾ ആക്രമിക്കും. നിങ്ങളുടെ അക്രമത്തിനിടയിൽ ഒരു നിരപരാധിയാണ് മരിച്ചെങ്കിൽ ആര് സമാധാനം പറയും? ഒരു നിരപരാധികൾ കൊന്നാൽ നിങ്ങൾ മുഴുവൻ സമൂഹത്തെ കൊന്നായിട്ട് കണക്കാക്കുമെന്നല്ലേ ഖുർആൻ പറയുന്നത്. യുദ്ധത്തിന് വരുമ്പോൾ മരണം സ്വാഭാവികമാണ്, അതാര് യുദ്ധം ചെയ്താലും. അല്ലാത്ത കാലത്ത് പാലപ്പുഴ ഒരാളെ കൊന്ന് പകരം വേറെ മുസ്ലിമിനെ കൊന്ന്, വേറെ നേരെ പാലക്കാട് കൊന്ന്, ഇവരെ കൊന്നിട്ട് നിങ്ങൾ എന്ത് നേടിയ? 2 കൂട്ടർ നേടി. ആ വീട്ടുകാർക്കും പോയി, ആ വീട്ടുകാർ പട്ടിണിയാന്നല്ല, നിങ്ങൾക്ക് എന്ത് നേടി, അവർക്ക് നേടി? ഒന്നും നേടിയില്ല. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും മുസ്ലിം നാമധാരി കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിൽ പെട്ട് മരിച്ച പോലെ പൈസ വാങ്ങി അത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയും കടുത്ത അനാചാരമാണ്, കടുത്ത ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അൽ ഉമ്മ എന്നൊരു സംഘടന പേരിൽ, അൽ ഉമ്മ എന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ട് യാതൊരു ബന്ധവുമില്ല. അൽ എന്ന വാക്ക് ഖുർആനിൽ അല്ലെങ്കിൽ ഇസ്ലാമിയുടെ ചില വാക്കുണ്ട്. ഉമ്മ എന്നതിൽ മദർ എന്നുണ്ട്. അൽ ഉമ്മ എന്ന മുസ്ലിം സംഘടനയില്ല. അങ്ങനെ അൽ ഉമ്മ എന്ന പേരിട്ട് 3 തടിമാടന്മാർ ലൂണ പോലെ ചെറിയ വണ്ടിയിൽ കയറി വെള്ളം അടച്ച് കോയമ്പത്തൂരിലെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ വന്ന് തർക്കമുണ്ടായി. ആ പോലീസിനെ കുത്തിക്കൊന്നു. അവനൊക്കെ ലക്ഷങ്ങൾ വാങ്ങി. അതിന് ജയലളിത പാർട്ടി വന്ന് 10 ലക്ഷം ഒറ്റ കൊടുത്തത്. അന്ന് അവിടെ നമ്മൾ ശോഭിക 2 ടെക്സ്റ്റൈൽ ഉണ്ടായി, നല്ല പേരുള്ളതാണ്. ഒരു 10,000 രൂപ ടെക്സ്റ്റൈൽ വാങ്ങിയാൽ ഇവിടുത്തെ അംബാസിഡർക്കാരുടെ, അന്ന് അംബാസിഡർക്കാരെ മറ്റു കാലത്തെയും വന്നിട്ടില്ല, നേരെ കോയമ്പത്തൂരൊക്കെ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് പോലും തുണിക്കടവിൽ മെൻ ബിസിനസ്സിൽ അതിൽ തകർക്കാൻ വേണ്ടി എഴുതിയാൽ ചെയ്ത ഗ്രൂപ്പിലൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്.
ഇയാൾക്ക് പൈഡേഴ്സിന് ആവശ്യമില്ലെങ്കിൽ പോലും. അപ്പോൾ എന്താണ്, അത് ശരിയാണ്. എല്ലാം എറണാകുളത്ത് വാങ്ങിയത്, കോയമ്പത്തൂർക്കാരും പോകുന്നത്. 2 കടയും പൊട്ടിപ്പോയി. 15,000, 20,000, 30,000 വിലയുള്ളതൊക്കെ കുത്തി തുറന്ന് വിലകൾ ഉണ്ടാക്കി എല്ലാം കുത്തിയെടുത്ത് ഓട്ടിക്കോട്ട് 500 രൂപ വിറ്റത്. അവർക്ക് വെറുതെ കിട്ടുന്നല്ലേ? അതില്ല. ഇപ്പം ഇത് പേരെന്തോ ചെറിയ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതില്ല. അങ്ങനെയുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഈ സമുദായ ലഹള ഉണ്ടാക്കുന്നത്, ജാതി ലഹള ഉണ്ടാക്കുന്നത്. അല്ല നാട് നന്നാക്കാനോ ഭഗവാനും കൃഷ്ണന് വേണ്ടിയോ മുഹമ്മദ് നബിക്ക് വേണ്ടിയോ ക്രിസ്തുവിന് വേണ്ടിയൊന്നുമല്ല. അവരാരും ഒരിക്കലും മറ്റൊരു മതസ്ഥരെ ആക്രമിക്കാനോ എതിർക്കാനോ പറയുന്നില്ല. ഒരു മതവും ലോകത്ത് മറ്റൊരു മതത്തെ ആക്രമിക്കാനോ എതിർക്കാനോ പറയുന്നില്ലെന്ന് മാത്രമല്ല, ഖുർആൻ പ്രവാചകന് ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ അന്യ മതസ്ഥരെ ബഹുമാനിക്കണം, ആദരിക്കണം, ആരാധിക്കരുത്. നിങ്ങൾ അള്ളാഹുവിന് മാത്രം. ഓണം ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്വകാര്യ സംഭാഷണത്തിൽ തൻ്റെ കുട്ടികളോട് പറഞ്ഞവരെ മുസ്ലിം അധ്യാപികയുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, ഇവിടെ മുസ്ലിം ഓണം ആഘോഷിക്കണമെന്ന് ആര് പറയുന്നു? ഇവിടെ സ്വാതന്ത്ര്യദിന ആഘോഷമുണ്ട്, പിന്നെ റിപ്പബ്ലിക് ദിന ആഘോഷമുണ്ട്. അതൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ചെറിയയിലേക്ക് വേണി ആഘോഷം നിർബന്ധമൊന്നുമില്ല. സ്വാതന്ത്ര്യദിന ആഘോഷം മാത്രമേ, അല്ലെങ്കിൽ വീട്ടിൽ കൊടി കയറ്റിൽ മാത്രമേ നിങ്ങൾ രാജ്യസ്നേഹിയാവുള്ളൂ, അല്ലെങ്കിൽ രാജ്യദ്രോഹിയെ ചിത്രീകരിക്കും എന്നൊക്കെ ഈ സംഘപരിവാറിൻ്റെ കാലത്ത് ശേഷം ചിലപ്പോൾ ചിലർ വ്യംഗ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങനെയില്ല. പിന്നെ ഓണം എന്നൊരു കാര്യം ആലോചിക്കണം. അതിൻ്റെ ഒരു അടിസ്ഥാനമായ ആശയവ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാം. അതായത് നല്ലൊരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ അതിനോട് ഇഷ്ടക്കുറവ് തോന്നിയിട്ട് എതിർപക്ഷം വന്ന് രാജാവിനെ ചാഴ്ത്തി അങ്ങനെ ആ ഭരണം ഇല്ലാതെയാക്കിയെന്നല്ലേ എന്ന് പറഞ്ഞ വാസന ആ രാജാവിനോട് ചെയ്ത അനീതിയല്ലേ, ആ സമുദായത്തോട് ചെയ്ത അനീതിയല്ലേ? എന്നിട്ട് അത് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അപകടം. അതുകൊണ്ട് അത് ആ വിഭാഗം അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ, എന്നിട്ടത് തെറ്റൊച്ച് തീരുമാനിക്കട്ടെ. ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ കള്ളസുകുമാരൻ ഈ വിഷയം പറഞ്ഞു. അപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ വേണ്ടത്ര ബോധവൽക്കരണം ചെയ്യാതെ ഓണം നിങ്ങൾ ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തെ പലർക്കും അത് ബുദ്ധിമുട്ടാക്കും. അതൊന്നും നമ്മൾ പറയണ്ട. അതൊക്കെ ജനങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവർ സ്വയം തിരുത്തിക്കോളും. വേണമെങ്കിൽ ഓർണോ വേണമെങ്കിൽ ചെയ്യാലേ ചെയ്യട്ടെ, അത് വിട്ടുകളയാം. അപ്പോൾ ഓണാഘോഷത്തിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കുന്നില്ല എന്ന് ഒരു സ്വകാര്യ വാട്സപ്പ് സന്ദേശത്തിൻ്റെ ഇതെടുത്തുകൊണ്ടാണ് ഇവിടെ ആ അധ്യാപികയുടെ പേരിൽ കേസെടുത്ത്. അത് നട്ടലില്ലാത്ത സ്കൂൾ ഭരണാധികാരികൾ അവരെ സസ്പെൻഡ് ചെയ്തു. പേടിത്തോറികൾ അവർ പറഞ്ഞു അത് കോടതി നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കട്ടേ ഉള്ളൂ. സസ്പെൻഡ് അല്ലെങ്കിൽ അതിന് DYFI പോലെയുള്ള തെമ്മാടികൾ എന്ന് പറയാം. കാരണം ഇപ്പോൾ കാണിക്കലും തെമ്മാടിത്തരാണല്ലോ. കാരണം അവർ സംഘടിച്ച് സ്കൂളിൽ കയറുമെന്ന് പറയാം. എന്തുകൊണ്ട് സംഘടിച്ച് സ്കൂളിൽ കയറാൻ കാരണം, അതിനപ്പുറത്ത് പള്ളിയിലെ അച്ഛന്മാർ പറയുന്നത് എത്ര മോശമായിട്ടാണ്. അത് നിങ്ങൾ അങ്ങോട്ട് പോകാത്തത്. ഇപ്പോൾ ശശികല ടീച്ചറെ പോലും പറയുന്നത് എത്ര പ്രകോപനപരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ നിങ്ങൾ മിണ്ടാത്തത്. അപ്പം നിങ്ങളുടെ ഇരുട്ടടിയും ഒളിച്ചുകളിയും നിങ്ങൾ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞപ്പോഴേ മിണ്ടിയില്ലെന്ന് മാത്രമല്ല, അത് കേന്ദ്രത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ മുന്നോക്ക സമുദായങ്ങളിൽ 10% സംവരണം വേണമെന്നപ്പോഴത്തേക്ക് രാത്രി ആ നിയമം അസംബ്ലി പാസ്സാക്കിയെടുത്തല്ലോ പിണറായി. ഞാൻ ഇന്നൊരു ഒരു മുന്നണി പോലെ ചർച്ചയിൽ പോയി. അപ്പോൾ അതിൽ അവർ ക്ലോസ് പറഞ്ഞിരിക്കുന്നത് ജാതി സെൻസസ് വേണ്ട, സാമ്പത്തിക സംവരണം മതിയെന്നാണ്. ഘോര അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ജനിതാത്തൽ അത് ഇന്ത്യയിലെ 88% വരുന്ന ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ ആശയമാണ്. ജാതി സെൻസസ് നടത്തി ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ സംവരണത്തിന് വേണ്ട. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് ചെക്ക് ചെയ്ത് അന്വേഷിച്ച് റിസൾട്ട് കിട്ടാതെ അന്ധമായിട്ട് ജാതി സംവരണം വേണ്ട, പിന്നെ എന്ത് സംവരണം, സാമ്പത്തിക സംവരണം മതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായങ്ങളുടെ പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങിപ്പോകുന്നത് സ്നേഹപൂർവ്വം. ഇന്നിപ്പോൾ എന്നെ വിളിച്ചു കുറച്ച് മുമ്പ്. അവിടെ ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ നിങ്ങൾ മുന്നോക്ക സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഞങ്ങൾ പിന്നോക്ക സമുദായത്തിന് വേണ്ടി വാദിക്കുക. രണ്ട് ആദർശമാണ്, വേറെ വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ കാര്യം വരും, നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ രണ്ട് ധ്രുവങ്ങൾ ഞങ്ങളൊന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഒഴിവായിരിക്കാം. കാരണം എൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആൾക്കാർ മുസ്ലിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് ജാതി സംവരണം മുസ്ലിമായിട്ടൊരു ബന്ധമില്ലെന്നേ.
അല്ല, ജാതി സെൻസസ് മുസ്ലിമല്ല. അത് എല്ലാ ജാതിയുടെ സെൻസസ് വ്യക്തമായിട്ട് എടുത്തിട്ട് ഈ ജാതികൾക്കെല്ലാം കിട്ടിയിരിക്കുന്ന സർക്കാർ ഉദ്യോഗങ്ങളിലെ കണക്ക് നോക്കി അവരെല്ലാം ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്, അത് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ സംവരണം വേണ്ട, നിർത്താം. ആ ജീവനകാന്ത സംവരണം കൊടുക്കുന്ന ആരും പറയുന്നില്ല, അംബേദ്കർ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നോക്കണ്ടേ? അത് നോക്കില്ല. കഴിഞ്ഞ 2011 ശേഷം ഇന്ത്യയിൽ സെൻസസ് നടത്തിയിട്ടില്ല. ജാതി സെൻസസ് എന്ന് ഊഹമായിട്ടല്ല, കൃത്യമായി നടത്തിയിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1930 മറ്റോ എന്തോ ചെറിയ ഇത് നടത്തി, അതും ക്ലിയർ ഒന്നുമില്ല. അപ്പൊ ക്ലിയറായിട്ട് നോക്ക്. ക്ലിയറായിട്ട് നോക്കുമ്പോൾ ഒരു വസ്തുത മനസ്സിലാവും. ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സംവരണമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടേണ്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് പകുതി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ എടുത്തു നോക്കാം. നെറ്റ്വർക്ക് കമ്മീഷൻ റിപ്പോർട്ട്, പിന്നെ മറ്റു കമ്മീഷൻ, മറ്റു കമ്മിറ്റി, എല്ലാ റിപ്പോർട്ട് നോക്കിയാലും 12% റിസർവേഷനുള്ള മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ പോലും അത്ര പോലും കിട്ടിയിട്ടില്ല. ഈഴവന് ഏതാണ്ട് കുറവില്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലത്തീൻ കത്തോലിക്കന് നിസ്സാര വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളൂ മുസ്ലിം സമുദായത്തിനാണ് ആകെ അട്ടർലി ഫെയിലിയറായിട്ട് വളരെ താഴെ കിടക്കുന്നത്. അപ്പം അത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാതി സെൻസസ് നടത്തി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സംവരണത്തിന് വേണ്ടെന്നേ. അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം മുന്നോക്ക സമുദായങ്ങൾ കുറച്ചുകൂടി വിവരമുള്ളതുകൊണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി, സാറേ അത് അങ്ങനെ ചെയ്യും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് സന്തോഷമായിട്ട് പിരിച്ചു പഠിക്കുന്നതല്ല. അതാണ് അവസ്ഥ. അപ്പം ഞാൻ വ്യക്തി വരുന്നത് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അതിൽ ചില വേറൊരു ന്യൂനപക്ഷത്തിലെ അവർ ആയിരങ്ങൾ മാത്രം ആരുടെക്കോ വലയിൽപ്പെട്ട് തക്കാപ്പിച്ച ആനുകൂല്യം പറ്റിക്കൊണ്ട് പിന്നെ ഇതുപോലെ ബോംബ് സ്ഫോടനത്തൊക്കെ ശ്രമിച്ചാൽ അവനൊക്കെ പുറത്തു വെച്ച് കണ്ടാൽ നിങ്ങൾ തല്ലിക്കൊന്ന ഒരു കുഴപ്പമില്ല, അതിൻ്റെ ജയിലിൽ പോയാലും കുഴപ്പമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ജോസഫ് സാറിൻ്റെ കൈവെട്ടി, എന്ത് ന്യായപ്പെടോ അത്? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു മഹത് വ്യക്തിയാണ്, മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രവാചകൻ മുഹമ്മദ്. ലോകം അംഗീകരിച്ചാൽ അങ്ങനെയുള്ള പ്രവാചക കൊച്ച് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും മുക്കിൽ മൂലയിൽ ഒരു വാക്ക് എഴുതിക്കൊണ്ടതും അദ്ദേഹത്തിൻ്റെ മഹത്വം കുറയോ, അല്ലെങ്കിൽ ക്രിസ്തുദേവൻ്റെ മഹത്വം കുറയോ, ശ്രീരാമൻ്റെ മഹത്വം കുറയോ, ബുദ്ധൻ്റെ മഹത്വം കുറയോ? ഒന്നുമില്ല. അപ്പോൾ ചില തെമ്മാടികൾ ആൾക്ക് വേണ്ടി മറ്റുള്ളവർ പണം വാങ്ങി അത് കൈവറ്റിയവർക്കൊക്കെ 5-8 സ്വർണ്ണക്കടയെന്ന് പറഞ്ഞേ, ഇവർക്ക് ഈ സ്വർണ്ണം വാങ്ങി അവിടുന്ന് കാശ് കെട്ടി സ്വർണ്ണക്കട തുടങ്ങാൻ. അങ്ങനത്തെ ഒരു തെമ്മാടികളാണ് ആ കൂട്ടം. തീവ്രവാദികൾ മാത്രമല്ല, തെമ്മാടി കൂട്ടിയാണ്. തീവ്രവാദം ചിലപ്പോഴ് മനക്കരുത്തില്ലാത്തവർക്ക് ചില കേൾപ്പോൾ സഹിക്കാൻ പറ്റാതെ എടുത്ത് ചാടും. അത് കഴിവൽ ലക്ഷമാണ്. അത് അല്ല, ഇത് തെമ്മാടിത്തരാണ്. ജോസഫ് സാറ് ചെയ്ത് തെറ്റി, ആ സംശയക്കാരത്തില്ല. എന്താ വെച്ചാൽ ഇപ്പം ഈ ഓണം ആഘോഷിക്കുന്ന പിള്ളേർ ഇവിടെ ഇരുന്ന് ആ ടീച്ചർ പോയില്ല, അതൊന്നും പറയേണ്ട ആവശ്യമുണ്ടായില്ല. അതൊക്കെ അങ്ങോട്ട് കാണുന്നത് പോയില്ല, കണ്ണി കൊണ്ടില്ല എന്ന് പറയുമ്പോൾ. അല്ല, അത് പറഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടായില്ല. അങ്ങനെ ബഹുസ്വരതയുള്ള രാജ്യമല്ലേ ഇന്ത്യ. അങ്ങനെ അതുപോലെ ജോസഫ് സാറിന് അത് പറയേണ്ട ആവശ്യമുണ്ടായില്ല. അത് അങ്ങനെ സംശയം വരാവുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക, അതിൻ്റെ പേര് ജോസഫ് സാറിന് കൈവെട്ടാൻ അവകാശം. ഇനി അഥവാ കൈവെറ്റിയെങ്കിൽ ഈ തെമ്മാടികൾ എന്താ വേണ്ടത്? അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഇനി ആളുടെ കൈ ഞങ്ങളാ വെട്ടിയത്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ, ഞങ്ങൾ ജയിലിട്ടോ എന്ന് പറഞ്ഞാൽ ആ 4-5 പേർക്കാണ് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ, ചിലപ്പോൾ കൊന്നിരിക്കും. ഇത് അതിൻ്റെ പേരിൽ ആയിരക്കണക്ക് മുസ്ലിം യുവാക്കൾ കയ്യും കാലും ഒടിഞ്ഞ് ജയിലിലും കേസുവിട്ട് അടക്കാണ്, ആയിരക്കണക്കിന്. അത് മദ്രി സാഹിബിൻ്റെ PDP പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആഹ്വാനം ചെയ്ത് പിള്ളേർ ആവശ്യത്തിൽ ഇറങ്ങി എത്ര പേര് കൈയും കാലും ഒടിച്ചിട്ടുണ്ട്. ഒരു MLA പോലും ഉണ്ടാക്കാൻ പാർട്ടി പറ്റില്ല. അദ്ദേഹം ബസ് ആവശ്യമായി കിടക്കുകയാണ്. ഇപ്പം ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ ഇനി പറയുന്നില്ല. ആ ജീവിതം കളഞ്ഞ് ആ ഒരു വിഭാഗം ജനതയും നശിപ്പിച്ചു കളഞ്ഞു. ഒരു ഫലത്തെത്തായി ഏടോ നയമാണ് വലുത്. അത് PDP ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും ഏത് ഫണ്ടാണെങ്കിലും നയമാണ് മനുഷ്യർ വേണ്ടത്. സഹകരണ മനോഭാവത്തിൽ മുന്നോട്ട് പോകണം, അതാ വേണ്ടത്. അല്ല അക്രമ രാഷ്ട്രീയം കൊണ്ട് ആരും ലോകത്ത് വിജയിച്ചിട്ടില്ല. തീവ്രവാദ പ്രവൃത്തി കൊണ്ട് ആരും ലോകത്ത് വിജയിച്ചിട്ടില്ല. വിജയിച്ചില്ല മാത്രമല്ല, അങ്ങനെ വിഭാഗമാണെങ്കിലും ജാതിയാണെങ്കിലും സമുദായമാണെങ്കിലും രാജ്യമാണെങ്കിലും നശിച്ചു പോയിട്ടേ ഉള്ളൂ. ഇപ്പം എന്നെ നശിപ്പിക്കണമെങ്കിൽ ഞാൻ തീവ്രവാദിയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ നശിച്ചോളും. എല്ലാം സംശയദൃഷ്ടി കാണുള്ളൂ. അതാണ് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടാക്കാതെ എപ്പോഴും നമ്മൾ പറഞ്ഞത് തീവ്രവാദം നമ്മൾ അനുകൂലിക്കുന്നില്ല. മാത്രമല്ല, സോഷ്യൽ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തെ സംഘടന ആളാണെന്ന് പറയാൻ കാരണം
കാരണം ഒരിക്കലും അക്രമം അല്ലെങ്കിൽ തീവ്രവാദം മനുഷ്യനോ ആരും നന്നാക്കുന്നതല്ല, അത് അപകടം നശിപ്പിക്കുന്ന കാര്യം. അപ്പം അങ്ങനെ ഇരിക്കുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിപ്പോൾ നിരോധിച്ചു. അതിൽ നിരോധിച്ച പേരിൽ അറിഞ്ഞോ അറിയാതെ ഒരുപാട് സുപ്രീം കോടതി വലിയ ഓരോന്നോരോന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാർ പറയുന്നത്, നിങ്ങൾ തീവ്രവാദത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആര് പറഞ്ഞാണ് ചെയ്യുന്നത്, അത് നിങ്ങൾക്കും സമുദായത്തിനും നാടിനും നല്ലതല്ല. ഭീകരവാദത്തിലേക്ക് ഇറങ്ങും നല്ലതല്ല. എന്താ വേണ്ട, ഗാന്ധിജി പറഞ്ഞ് നമ്മൾ സമാധാനത്തിൻ്റെ, അതാണ് നമുക്ക് നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞ മലബാറിൽ അദ്ദേഹം ധീരദേശാഭിമാനി വിധിമാർ കാണിച്ച് വെടിവെച്ച് മരിച്ചു, ശരിയാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ പറയുമ്പോൾ അത് അദ്ദേഹം കാണിച്ച് ബുദ്ധിയായിരുന്നല്ല പറഞ്ഞത്. ബ്രിട്ടീഷുകാർ പട്ടാളത്തിന് മുമ്പിൽ നമ്മൾ വിരിവാണിച്ച് വെടിവെച്ച് കൊന്ന് മരിച്ചു കഴിഞ്ഞാൽ മരിക്കും. അതിലേക്ക് നല്ല കുറച്ച് നയിക്കുന്നുണ്ട്. ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ധീരന്മാരായ മലബാറിലെ മുസ്ലിം യുവാക്കളെ, അന്നത്തെ യുവാക്കളെ ആവശ്യം കൊള്ളിച്ച് വിപ്ലവത്തെ ഇറക്കി പല രീതിയിലും കൊന്നു അല്ലെങ്കിൽ കൊല്ലിച്ചു. അവിടെ എന്ത് നേടി? മറിച്ച് സമാധാനപരമായിട്ട് ബ്രിട്ടീഷുകാരോട് ഗാന്ധി ചെയ്തതുപോലെ നിരാഹാരം പോലെയുള്ള അല്ലെങ്കിൽ സമാധാനമായിട്ട് സമരത്തിൽ കൂടിയാണെങ്കിൽ കൊല്ലും ഉണ്ടാവും. അതല്ലേ നല്ലത്. നമുക്ക് കാര്യം നേടിയെടുക്കണം. ഒരു കാര്യം രണ്ട് രീതിയിൽ നേടിയെടുക്കാം. ഒന്ന്, വിപ്ലവം തിരക്കും വഴക്കും ഉണ്ടാക്കി. മറ്റൊന്ന് സമാധാനത്തിൽ. ഈ വഴക്കുണ്ടാക്കി നേടുന്ന ഒരു നേട്ടം നമുക്ക് നേട്ടമല്ല, മറിച്ച് സമാധാനമായിട്ട് കിട്ടുന്ന നേട്ടം അത് നേട്ടമാണ്. അങ്ങനെ വേണ്ട. അതാണ് ഗാന്ധി കാണിച്ചു. മറ്റെന്തൊക്കെ പോരായെങ്കിലും ഗാന്ധി കാണിച്ച അങ്ങനെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ആൾക്കാർ ജീവൻ രക്ഷിക്കാൻ പറ്റി. മറ്റ് സുഭാഷ് ചന്ദ്രബോസ് പോലെയുള്ള ചിന്താഗതിയാണെങ്കിൽ, വിപ്ലവ ചിന്താഗതി ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊല്ലില്ലേ? രണ്ടു കൂട്ടും ചാവും, പട്ടാളം ചാവും, നമ്മളും ചാവും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പം പലസ്തീനിൽ ഗസയിലൊക്കെ കാണുന്നതാണ്, അങ്ങോട്ട് കൊല്ല മനുഷ്യനെ. ഇത്രയും അർത്ഥശൂന്യമായ ബുദ്ധിയില്ലാത്ത തെമ്മാടികളാണല്ലോ ലോകം വന്നത്. തെമ്മാടികൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, തെമ്മാടിത്തം പറയുമ്പോൾ ഇന്ന് ഈ ലോകം നയിക്കുന്ന ഒരു 6, 7, 8 വയോവൃദ്ധരാണ്. സോവിയറ്റ് റഷ്യ എത്ര വയസ്സുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് എത്ര വയസ്സുണ്ട്? ഇന്ത്യയിലെ പ്രധാനമന്ത്രി എത്ര വയസ്സുണ്ട്? ചൈനയിലെ പ്രധാനമന്ത്രി എത്ര വയസ്സുണ്ട്? ഇസ്രായേലിലെ പ്രധാനമന്ത്രി, ഇവരെല്ലാം 90 വയസ്സ് ഉള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ കേവലം ഇനി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ 2-3 വർഷത്തെ ആയുസുള്ളൂ. ആ 2-3 വർഷം കൂടി ആ അധികാരം വൃത്തിയിരുത്താൻ ഈ ആയിരക്കണക്കിന് ജനങ്ങളെ കരുതി കൂട്ടിക്കൊല്ലുന്നത്. അപകടത്തിൽ മരിക്കുന്നതും കരുതി കൂട്ടിക്കൊല്ലും വ്യത്യാസമുണ്ട്. അപകടം സ്വാഭാവികമാണ്. ഇപ്പോൾ വരും, നമ്മൾ വീട്ടിൽ ഇറങ്ങാണ്ട് തിരിച്ചത് ഉറപ്പില്ല, അതൊക്കെ അപകടമാണ്. ഇത് കൊല്ലാൻ വേണ്ടി ചെയ്യാണ്. ഈ 5-8 വടുവൃദ്ധന്മാർക്ക് വേണ്ടി ലോകത്ത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ നശിപ്പിക്കുന്നതും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നശിപ്പിക്കുന്നതിലും എന്ത് ന്യായമുള്ളത്? ഒരു വർഷം പോലും ഇനി ജീവിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ നിലക്ക്. ഒരു വർഷം പോലും. അത്ര കൊണ്ട് വയോവൃദ്ധനും രോഗിയാണ്. എന്നിട്ടും അയാളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പം യഹൂദന്മാർ സമ്മതിക്കുള്ള യുദ്ധത്തിന്, പക്ഷെ ഇയാൾ സമ്മതിക്കണില്ല. ഇയാൾക്ക് അധികാരം നിലനിർത്തുന്ന, മരിക്കുന്നവരെ ഈ അധികാരം നിലനിർത്തണം, അതിന് യുദ്ധം ആവശ്യമാണ്. അല്ലെങ്കിൽ അത് അകത്തേക്ക് പോകും. അതുപോലെ പല സ്ഥലത്തും അപകടത്തിൽപ്പെട്ടു പോകണം. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളോടാണ്. പ്രധാനപ്പെട്ട ഞാനൊരു മുസ്ലിം സമുദായം ജനിച്ച ആളുകളോട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, പിന്നീട് ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, പിന്നെ അങ്ങനെ ശാസ്ത്രീയ കൂട്ടായ്മയാണ്. കുറച്ചൊക്കെ ബുദ്ധിജീവികളുടെ ഒരു വിങ്ങാണ് ഞങ്ങൾ. പറയുന്നത് തീവ്രവാദം കൊണ്ടും അക്രമവാസം കൊണ്ടും ഒന്നും നേടത്തില്ല. അത് സംഘപരിവാർ എടുത്താലും ന്യൂനപക്ഷ തീവ്രവാദികൾ എടുത്താലും ആരെടുത്താലും. പിന്നെ എന്താണ്? സമാധാനം, ഐശ്വര്യം, വിട്ടുവീഴ്ച. നോട്ട് ഓൺ അവർ മെരിറ്റ്സ് ബട്ട് ഓൺ ഇറ്റ്സ് ഗ്രേസ്. നാം ഇത് നേടി എന്നല്ല, നാം ഇത് കൊടുത്തു എന്നല്ലേ പറയുന്നത്. ഇത് പലർക്കും ഇരിക്കുന്ന നേട്ടമുണ്ട്. ഞാൻ ആ പാർട്ടിയിൽ പോയിട്ട് ഇരിക്കുന്ന നേട്ടം, അല്ലെങ്കിൽ ഈ സംഘടിച്ചത് നേട്ടം, അതോ ചിന്തിക്കുക. അങ്ങനെയല്ല, നാം ഇത് നേടി എന്നല്ല, നാം ഇത് കൊടുത്തു എന്നാണ്. അങ്ങനെ ചിന്തിക്കുക എത്ര രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പം രാഷ്ട്രീയ പാപ്പരത്വങ്ങളിൽ കേരളത്തിൽ പോലും, ഇന്ത്യയിൽ പോലും, ഇന്ത്യയിലെ ജനാധിപത്യ സമ്പ്രദായം എത്ര മോശമായിട്ട് പോകുന്നത്. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. ഈ ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ വിശദീകരണം, വ്യാഖ്യാനം ലളിതമായി പറഞ്ഞാൽ, നിന്റെ ആദർശത്തെ ഞാൻ അങ്ങേറ്റ് എതിർക്കും. പക്ഷേ നിന്റെ ആശയം ആദർശം പ്രചരിക്കുന്നതിന് തടസ്സം നേരിട്ടാൽ എൻ്റെ ജീവൻ കൊടുത്തുപോലും ഞാനതിനെ നേരിടും.
അതാണ് ജനാധിപത്യത്തിൽ ലളിതമായ വ്യാഖ്യാനം, ഡെഫിനിഷൻ. ഇന്ന് ഭാരത് ഭരിക്കുന്ന BJPയുടെ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഈ പോളിസിയാണോ? എന്ത് തെമ്മാണ് ചെയ്യലും വെള്ളം എൻ്റെ ഭരണം എൻ്റെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതെന്നല്ലേ? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് പോയി നോക്ക്. പോലീസ് സ്റ്റേഷൻ CPM ഓഫീസിൽ കയറിയാൽ മതി, അവിടെ തീർന്ന്. അല്ലെങ്കിൽ BJPയുടെ ഓഫീസിൽ പോയാൽ മതി, അവിടെ അവർ വീതങ്ങൾ കൊടുത്താൽ മതി. ഇന്ന് 1-2 സംഭവം. ഒന്ന്, കളമശ്ശേരിയിൽ ഡ്യൂട്ടി ഉള്ള ക്യാമ്പ് ചെയ്തൊരു 3 പോലീസുകാരെ പെരുമ്പാവൂർ ഓണം പ്രമാണിച്ച് ട്രാഫിക് ഡ്യൂട്ടി കിട്ടും. അല്ലെ 3 പേർക്ക് ജാക്കറ്റ്, 2 പേർക്ക് ഒരാൾക്ക് കിട്ടിയില്ല. നൈറ്റിലേക്ക് ഈ കളർ ജാക്കറ്റ് ഇല്ലെങ്കിൽ കിട്ടൂലല്ലോ. അത് ചോദിച്ചതിൻ്റെ പേരിൽ ആ പോലീസുകാരുടെ മറുപടിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അത് പോലീസ് സർക്കിൾ വിങ്ങിലേക്ക് വിടണം. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പോലീസുകാർ ചോദിച്ചതാണ്. ഇത് ട്രാഫിക് പോലീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോഴും ഇയാൾ അങ്ങോട്ട് കേൾക്കാതെ അങ്ങോട്ട് പറയാണ്. അപ്പോൾ ആരും അവിടെ നിന്ന് പറഞ്ഞ് ഏത് എൻ്റെയാണെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോലീസ് എന്നാൽ യൂണിഫോം ഇട്ട് കള്ളന്മാരാണ് ഇന്ത്യൻ പോലീസിനെ കുറിച്ച് പറഞ്ഞത്. യൂണിഫോം ഇട്ട് കള്ളം അതങ്ങനെ പറ്റൂല. കാരണം അവരിടപെടുന്നത് ഗുണ്ടകളും തെമ്മാടികളും പിന്നെ കള്ളന്മാരും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരും അതുപോലെ ആകണം, അല്ലാതെ അവർ നല്ല പുള്ളിയായിട്ട് പോയി നടക്കുമോ? അതുകൊണ്ട് പല വായിന്നൊക്കെ ചിലപ്പോൾ വരും. അത് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞാണ് അതും അയാൾ കേട്ടിട്ട് പറഞ്ഞു. പക്ഷെ അയാളോടത്ത് ഞാൻ പറയാണ്, ഞാനിപ്പോൾ പോലീസ് ആളൊന്നുമില്ല, പോലീസിൻ്റെ പോരായി ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് വന്ന് കേൾക്കുന്നത് ഇയാൾ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ അങ്ങോട്ട് കേൾക്കാതെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു ഏത് പറ്റിയാടാ പറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ പോലീസ് ഭാഷ. എന്തായാലും ഇപ്പോൾ വലിയ ചർച്ചയാണ്. അപ്പം എന്ത് ചെയ്താലും കുറ്റമുള്ളൂ. കടലിൽ തിരയുണ്ടായാൽ പോലീസിനെ സംബന്ധിച്ച് എന്ത് ചെയ്താലും പരാതിയാണ്. അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പോലീസ് ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്കറിയാലോ എത്രമാത്രം ഭയാനകമായിരിക്കും. അതുകൊണ്ട് അതിൽ ചില പുഴുക്കത്തിലുണ്ടാവില്ലെന്നല്ല, അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി പറയാണ്. അപ്പോൾ ഞാൻ മുസ്ലിം സമുദായത്തോടും പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളോടും പ്രത്യേകം പറയുന്നത്, തീവ്രവാദം കൊണ്ടോ ഭീകരവാദം കൊണ്ടോ പിന്നെ അക്രമം കൊണ്ടോ ഒന്നും നേടാൻ പറ്റുകയുമില്ല. പിന്നെ ഒരു ഭൂരിപക്ഷ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആയുധമെടുത്ത് വിജയിക്കാൻ പറ്റില്ല. അതൊരു ക്ഷമയോടുകൂടി സഹനശക്തിയോടി പിന്നീട് അടുത്തും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താതെ നിൽക്കുവാനായി നന്ദി. ജയ് ഹിന്ദ്.